ഇറാന്റെ പരമോന്നത നേതാവായി ആരെ തന്നെ നിയമിച്ചാലും ആ നേതാവിനെയും തീർത്തുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ഇസ്രയേൽ. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി മൊജ്തബ ഹുസൈനി ഖമനേയിയെ തെരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ഈ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇസ്രായേലിനെ നശിപ്പിക്കാനും അമേരിക്കയെയും സ്വതന്ത്ര ലോകത്തെയും ഭീഷണിപ്പെടുത്താനും ഇറാനിയൻ ജനതയെ അടിച്ചമർത്താനുമുള്ള പദ്ധതി തുടരാനും അതിന് നേതൃത്വം നൽകാനും ഇറാനിയൻ ഭരണകൂടം ശ്രമിക്കുന്നു. അതിനായി നിങ്ങൾ നിയമിക്കുന്ന ഓരോ നേതാവും ഉന്മൂലനത്തിന് വിധേയമായിരിക്കുമെന്നാണ് ഇസ്രയേൽ കാറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചത്. അതിന് അയാളുടെ പേരോ അയാളുടെ സ്ഥലമോ ഒളിച്ചിരിക്കുന്ന കേന്ദ്രമോ ഒന്നും തങ്ങൾക്ക് പ്രശ്നമല്ലെന്നും ഇസ്രയേൽ കാറ്റ്സ് പറയുന്നു. ഇസ്രയേൽ അമേരിക്ക ആക്രമണത്തിൽ ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നിരിക്കുകയാണ്. ഇസ്രയേലിൽ 11 പേർ കൊല്ലപ്പെട്ടു. ബുധനാഴ്ച കുവൈത്തിൽ ഒരു ഇറാനിയൻ പെൺകുട്ടിയും മരിച്ചിരുന്നു. ബുധനാഴ്ച പശ്ചിമേഷ്യയിലെ വിവിധ US താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ 40ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തതായി IRGC അവകാശപ്പെടുന്നു. അതിനിടെ ഇറാനിൽ ആക്രമണം തുടരുകയാണെന്ന് ഇസ്രയേൽ പ്രതിരോധ സേനയും വ്യക്തമാക്കി. ബുധനാഴ്ച ഉച്ചയോടെ ടെഹ്റാനിൽ വലിയ സ്ഫോടനങ്ങൾ കേട്ടതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇറാനെതിരായ അമേരിക്ക ഇസ്രായേൽ ആക്രമണത്തെ വിമർശിക്കുകയാണ് റഷ്യയും ചൈനയും. ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് തെളിവുകൾ ഒന്നും ഇല്ല എന്നാണ് റഷ്യയുടെ വിമർശനം. ഇറാനെതിരായ സംയുക്ത ആക്രമണം ഉടൻ നിർത്തണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിന്റെ ഇടയിലാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇറാനെ ആക്രമിച്ചതെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി വിമർശിച്ചു. ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് വാങ് യി ചൈനയുടെ ഈ പ്രതികരണം അറിയിച്ചത്. ബലപ്രയോഗത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്നും ഇത് സംഘർഷത്തെ വലുതാക്കുമെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി പറയുന്നു. ഇറാനെതിരായ ഇസ്രായേൽ അമേരിക്കൻ ആക്രമണത്തെ കുറ്റപ്പെടുത്തി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയവും രംഗത്ത് വന്നു. ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് തെളിവില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞു. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഐക്യരാഷ്ട്രസഭയിലെ അംഗരാജ്യത്തിനെതിരെ ഈ ആക്രമണം നടത്തിയെന്ന് റഷ്യ ആരോപിക്കുന്നു. മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് ഈ ആക്രമണം ഇവർ നടത്തിയതെന്നും റഷ്യ ചൂണ്ടിക്കാട്ടി. ആണവായുധം കൈവശപ്പെടുത്താതിരിക്കാൻ യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന അമേരിക്കയുടെ നിലപാട് വിരോധാഭാസമായി തോന്നുന്നുവെന്നാണ് റഷ്യ പരിഹസിക്കുന്നത്. അമേരിക്ക ഇറാനിൽ സൃഷ്ടിക്കുന്ന സംഘർഷാവസ്ഥ അവരെ ആണവായുധം ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുമെന്നും റഷ്യ പറയുന്നു. എന്നാൽ ആണവ ബോംബുകൾ കൈവശം വെച്ചിരിക്കുന്ന രാജ്യങ്ങളെ അമേരിക്ക ആക്രമിക്കില്ലെന്നും അതിനാൽ ആക്രമണത്തെ ചെറുത്ത് നിർത്താൻ ആണവ ബോംബ് വേണമെന്ന നിലപാടിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്നും റഷ്യ പറഞ്ഞു. സമീപകാലത്തെ അനുഭവം നോക്കിയാൽ എല്ലാ അറബ് രാജ്യങ്ങളും ആണവായുധങ്ങൾ സ്വന്തമാക്കാനുള്ള മത്സരത്തിൽ പങ്കുചേരുമെന്നും റഷ്യ പറയുന്നു.